പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, ഈ ഭൗതിക ലോകത്ത് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിമിനെ നാം തിരഞ്ഞെടുത്തു, അദ്ദേഹത്തെ നാം പ്രവാചകനായി നിയോഗിച്ചു. وإنه في الآخرة لمن الصالحين, തീർച്ചയായും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാരത്രിക ലോക ജീവിതത്തിൽ സ്വാലിഹീങ്ങളോടൊപ്പമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാളെ പാരത്രിക ലോകത്ത് ആരോടൊപ്പമാണ്? സ്വാലിഹീങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അദ്ദേഹം സ്വാലിഹാൻ, അതുകൊണ്ടല്ലേ സ്വാലിഹീങ്ങളോടൊപ്പം ചേരുക. وإنه في الآخرة لمن الصالحين, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീർച്ചയായും നാളെ ആഖിറത്തിൽ പാരത്രിക ലോക ജീവിതത്തിൽ സ്വാലിഹീങ്ങളോടൊപ്പമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹം സ്വാലിഹീങ്ങളിൽ ചേർന്നു. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് അങ്ങനെ ചേരാൻ പറ്റിയത്? റബ്ബ് കൽപ്പിച്ച കാര്യങ്ങളെ അക്ഷരം പ്രതി അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു സയ്യിദുന ഇബ്രാഹിം. ഉറക്കപ്പറ ഇബ്രാഹിം അലൈഹിസ്സലാം. മറ്റേ മങ്ങൂസൂല് ഓതുമ്പോൾ മാത്രം അത് കഴിയുമ്പോ ഒന്നുമില്ല, അങ്ങനെ ആകാൻ പാടില്ല. ഉറക്കെ പറഞ്ഞു സയ്യിദുന ഇബ്രാഹിം. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. ആരാ ഇബ്രാഹിം നബി? കേൾക്കണോ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ആജ്ഞാപിച്ചു അത്രേ, അല്ലാഹു കൽപ്പിച്ചു അത്രേ, അസ്ലിം, അല്ലയോ ഇബ്രാഹിമേ, നീ യഥാർത്ഥമായ വഴിപ്പെടൽ നടത്തണേ, മുസ്ലിമായി നീ ജീവിക്കണേ, എനിക്ക് പരിപൂർണമായി ത്വഅത്തിലായി നീ വഴിപ്പെട്ടുകൊണ്ട് കഴിയണേ എന്ന് പ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഉടനടി റബ്ബിനോട് പറയുകയാണ്, താമസം വിന അല്ലാഹുവിനോട് പറയുകയാണ്, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിനെ ഞാനിതാ പരിപൂർണമായി വഴിപ്പെടുകയാണ്, വഴിപ്പെട്ടിരിക്കുകയാണ്. അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതൊരു പദം കൊണ്ടാണോ അല്ലാഹു നീ വഴിപ്പെട് എന്ന് പറഞ്ഞത്, അതേ പദം ഉപയോഗിച്ച് റബ്ബിനോട് തിരിച്ചു പറയുകയാണ്. അസ്ലിം, നീ നന്നാവണം, വഴിപ്പെടണമെന്ന് അല്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹയോട് തിരിച്ചു പറയാണ്, അസ്ലംതു ലില്ലാഹ്, ഞാൻ റബ്ബിന് പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. ആരാണ് റബ്ബ്? റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനാണ് അല്ലാഹ്, അവന് ഞാൻ പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. ഇത് വെറുതെ പറച്ചില് മാത്രമല്ല, ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. وَإِذْ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പലവിധേനയുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നടത്തിയപ്പോഴും ആ പരീക്ഷണങ്ങൾ പരിപൂർണമായി വിജയിച്ച വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. അതൊക്കെ പൂർത്തിയാക്കിയ വ്യക്തിയാണ് കേട്ടോ ഇബ്രാഹിം എന്ന് വിശുദ്ധമായ ഖുർആൻ. തമാം എന്ന് പറഞ്ഞാൽ എന്താ? പൂർത്തിയാക്കി. തമാം അറബികൾ പറയാറില്ലേ? അതിന്റെ അർത്ഥം എന്താ? പൂർണ്ണമാക്കി, നല്ല അടിപൊളിയാക്കി, പക്കാ എന്നർത്ഥം. ആര്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
അള്ളാഹ് പറയാൻ, അള്ളാഹ് ഒരാളെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ അത് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വ്യക്തിയെ പറ്റി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുകയാണ്. മുത്തുനബിക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം വിശുദ്ധമായ ഖുർആൻ, അതിൽ അള്ളാഹു പുകഴ്ത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആള് നിസ്സാരണക്കാരനല്ല, ഫസ്റ്റ് ടീമാണ്. തീർന്നില്ല, വീണ്ടും അള്ളാഹു പറയാ, നബിയോട് പറയാ. ആരോട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അവിടുത്തെ അനുയായികളാകുന്ന നമ്മളോട്. എന്താ പറഞ്ഞെന്നറിയോ? കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. അല്ലയോ നബിയേ, പ്രവാചകരേ, നിങ്ങൾ അനുധാവനം ചെയ്യണേ, നിങ്ങൾ പരിപൂർണമായി പിൻപറ്റണേ. മില്ലത ഇബ്രാഹീമ ഹനീഫാ. എല്ലാ മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് പരിപൂർണമായി നിങ്ങളൊന്ന് തിരിയണേ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണേ എന്ന് വിശുദ്ധമായ ഖുർആൻ നബിയോട് പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വത്തബിഅ നബിയെ തങ്ങൾ പിൻപറ്റണം, മില്ലത്ത ഇബ്രാഹീമ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. മില്ലത്ത് ആരുടെ മില്ലത്താണ്? നമ്മുടെ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. മീശ വെട്ടുക, മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണത്തക്ക രീതിയിൽ മീശ വെട്ടുക. മീശ വെട്ടേണ്ട എങ്ങനെയാണ്? മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണണം, താഴത്തെ ചുണ്ടിന്റെ കിറിയുടെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കറുപ്പ് കാണുന്നുണ്ട്. സിഗരറ്റ് വലിച്ചില്ല, ചുവപ്പില്ല. അതാ നമ്മുടെ അവസ്ഥ. മീശെല്ലാം കൂടെ താത്തിങ് ഇട്ടിരിക്കുക. മുകളിലത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണണം, ആ രീതിക്കാണ് മീശ വെട്ടേണ്ടത്. കത്രിയായിട്ട് ഇറങ്ങി എല്ലാവരും, പെണ്ണുങ്ങൾക്ക് സൗകര്യം. നാളെ മുതൽ എല്ലാവരും തിങ്കൾ, വ്യാഴം, വെള്ളി ഈ 3 ദിവസങ്ങളാണ് സുന്നത്ത്. ഇന്നിപ്പോ ഡേറ്റ് കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത തിങ്കളാഴ്ച സുന്നത്ത് പോലെ തന്നെ കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കക്ഷം വടിക്ക്, കക്ഷം രോമങ്ങൾ പറിക്കാന്നാണ് കിതാബുകളിലുള്ളത്. അത് പ്രയാസമാകുന്നവർക്ക് ഗുഹ്യരോമങ്ങൾ വടിക്കുക, കക്ഷത്തിലെ രോമങ്ങൾ വടിക്കുക. ഇതൊക്കെ ആരുടെ മില്ലത്താൻ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താൻ. ഖിതാൻ ചെയ്യുക, മാർക്കം ആരുടെ മില്ലത്താൻ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്ത്. നഖം വെട്ടില്ലേ? നഖം വെട്ടുന്നതിന്റെ ചര്യ തന്നെ പല രീതിക്കാം. മാഷാ അല്ലാഹ്. ഏത് കയ്യിലാ തുടങ്ങേണ്ടത്? നഖം വെട്ടുമ്പോ ഏത് കയ്യിലാ തുടങ്ങേണ്ടത്? വലത്തെ കയ്യിലെ വിസ്മി വരലുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങാം. ഇതാണ് ഫസ്റ്റ്, ആദ്യം വെട്ടേണ്ടത് ഈ വരൽ. രണ്ടാമത് വെട്ടേണ്ടത് പിന്നെ വെട്ടണമെന്നില്ല. ഏതാണ്? പിന്നെ ഇവിടുന്ന് ഇപ്പുറത്തോട്ട് തുടങ്ങും. നേരെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിരലുകളിൽ നിന്ന് വെട്ടി വലത്തെ കൈയുടെ ചെറുവിരൽ കൊണ്ടെത്തിക്കും. സുന്നത്തായ രീതിയെ പറഞ്ഞു. ഇന്ന് വരെ നഖം വെട്ടിയിട്ടില്ല, അടിച്ച് തിന്നലായിരുന്നു. നാളെ മുതൽ നഖം വെട്ടുമ്പോ എങ്ങനെ ചെയ്യാം? നഖം വെട്ടിയിട്ടില്ല ഉസ്താദേ എത്രയും കാലം. വെട്ടുന്നവരോട് അല്ലാഹു തൗഫീഖ് തരട്ടെ. സുന്നത്താണ്, മാന്താണ്. ഇപ്പോഴും ഉണ്ട് ആ നഖത്തിന്റെ ഇടയിൽ. നോക്കിയാൽ മതി, എല്ലാവരും പതുക്കൊന്ന് താഴോട്ടൊന്ന് നോക്കും. അവനവന്റെ സ്വന്തം കയ്യിൽ കാണാം അതിനിടയിൽ അഴുക്കിരിക്കും. അല്ലാഹു ആക്കട്ടെ. ഇതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കണം. ഏത് വരല ആദ്യം തുടങ്ങേണ്ടത്? വിസ്മി വരൽ, തഹിയ്യാത്തിലെ ഉയർത്തത്തിന്റെ അവര്. അതിനോട് ചേർന്നുള്ള വരലിൽ തുടങ്ങി വലത് കൈയിലെ ചെറുവരൽ വരെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ വലത്തെ കൈയിലെ തന്നെ തള്ളവരൽ അടുത്തത്, മൂന്നാമതാണ്. ഇടത് കൈയിലെ ചെറുവരലിൽ തുടങ്ങി ഇടത് കൈയിലെ തള്ളവരൽ വരെ ഇങ്ങനെ കൊണ്ടുവരണം. 1 2 3 4 5 ഇതൊക്കെയാണ് സുന്നത്ത്. നബി ഇങ്ങനെ ചെയ്തിരുന്നത്. നമ്മളെങ്ങനെയാ? എവിടെങ്കിലും കിട്ടും തുടങ്ങി. ഏറ്റവും വലുതേതാണ് ഹലാക്ക്, അവനെ കൊണ്ട് വേണ്ടി വെട്ടിക്കളി. ചിലര് 2 പേരിൽ വെച്ചിരിക്കുകയാണ് ഒരു പറക്കത്തിൽ. ഇതിങ്ങനെ തൂമ്പാ പോലെ ഇങ്ങനെ വളർന്നിട്ടുണ്ടാവും. വലത്തെ കൈ 2 ജോലി വരില്ല. ആരെങ്കിലും മാന്തണം എന്നുണ്ടെങ്കിൽ അടി ഉണ്ടാക്കുകയാണെങ്കിൽ മോന്തക്കൊരു മാന്തൽ അതോടുകൂടി തീർന്നു. അതിനുവേണ്ടി വെച്ചിരിക്കുകയല്ല മക്കൾ. കയ്യിലെ കഴിഞ്ഞേ. ഇനി കാലിലെങ്ങനെ? ഇതേപോലെ കാലിലത് വലത്തെ കാലിലെ ചെറുവരലിൽ തുടങ്ങി ഇടത്തെ കാലിലെ ചെറുവരൽ വരെ നേരെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങണം. നേരെ വെട്ടി 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 ഇടത്തെ കാലിലെ ചെറുവരൽ. ഇതൊക്കെയാ സുന്നത്ത്. അതെ ആദ്യമായിട്ട് കേൾക്കുക. സലാത്തിന്റെ നമുക്ക് പിരിഞ്ഞാലും കുഴപ്പമില്ല, നഖം വെട്ടാൻ പഠിച്ചു.
അവിടെ വരെ വന്നിട്ട് വയലു പറ്റിയപ്പോ ഇൽമ കിട്ടിയില്ലേ? ഇതാണ് ഏറ്റവും വലിയ ഇൽമ. അള്ളാഹു നാഫിയ ഇൽമ നൽകട്ടെ. ഈ കൊല്ലം അത്രയും ജീവിച്ചിട്ട് മരിക്കാറായി, ഇതുവരെ നഖം വെട്ടിയിട്ടില്ല. നേരെ ചോദിച്ചു, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതിന്റെ സുന്നത്ത് നബി വെട്ടുന്ന ശൈലിയായി പറഞ്ഞത്. ഇത് ഇങ്ങനെ വെട്ടണം, ഇതേ രീതിക്ക് ചെയ്യണം. ഇന്ന ദിവസങ്ങൾ പ്രത്യേകം അതിന് തയ്യം ചെയ്തിട്ടുണ്ട്. തിങ്കൾ, വ്യാഴം, വെള്ളി മുടി വെട്ടുക, നഖം വെട്ടുക, ഇതിനൊക്കെ ദിവസങ്ങൾ അതാണ്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. കാരണം നല്ല നല്ല ദിവസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാൻ വെള്ളിയാഴ്ച ദിവസം ജുമായ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരുങ്ങി റെഡിയാകാണ്. അതിനുവേണ്ടിയാണ്. അതൊക്കെ വെട്ടി നല്ല റാഹത്താണ്. 2 ആഴ്ച കൂടുമ്പോൾ നഖം വളരും. 2 ആഴ്ച മതി കറക്റ്റായിട്ട് വെട്ടണം. കയ്യിലെയും കാലിലെയും വെട്ടണം. ഓരോരുത്തരും അവനവന്റെ കയ്യും കാലും ഒന്ന് ഇപ്പൊ തന്നെ നോക്കിക്കും. അതിന്റെ നീളം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കുട്ടികൾ, ചെറിയ കുട്ടികളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാ പെട്ടെന്ന് വളരും, വെട്ടിക്കൊടുക്കണം. അവരറിയില്ല, അവരിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തടവുമ്പോഴത്തേക്കും ആ പാട് വീഴുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കാൻ. അപ്പൊ പഠനം മനസ്സിലായില്ലോ, പറഞ്ഞ മനസ്സിലായില്ലേ? വലത് കൈയിലെ ചൂണ്ടുവിരൽ ആദ്യം, പിന്നീട് അതിനോട് ചേർന്നിട്ടുള്ള വിരലുകൾ, പിന്നീട് വലത് കൈയിലെ തള്ളവിരൽ, ഇടത് കൈയിലെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത് കൈയിലെ തള്ളവിരൽ വരെ കയ്യിലെ കഴിയും. വലത് കാല് സുഖമാണ്. വലത്തെ കാലിന്റെ ചെറുവിരൽ മുതൽ ഇങ്ങനെ വെട്ടി 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 തള്ളവിരൽ വരെ എത്തി. ഇടത്തെ കാലിലെ തള്ളവിരലിൽ തുടങ്ങി ഇടത്തെ കാലിലെ ചെറുവിരലിലേക്ക് കൊണ്ടെങ്കിൽ എത്തിക്കും. ഈ രീതിയിലാണ് നഖം വെട്ട്. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്താണ്. അതുകൊണ്ട് നീ ആ മില്ലത്ത് പരിപൂർണമായി പിൻപറ്റണേ. ആരോട് പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ളവരോട് പറയാ. ആ കൽപ്പന നമ്മുടെക്കാണ് യഥാർത്ഥത്തിൽ, നമ്മളോട്. അതിന് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, നബിയെ തങ്ങൾ പിൻപറ്റണം എന്നാണ് പറഞ്ഞത്. കാരണം അത്രമേൽ പക്ക ആളാണ് ആര്? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് ഖുർആൻ ഇന്നഹു മിനസ് സാലിഹീൻ എന്ന് പറഞ്ഞത്. സാലിഹീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. തീർന്നില്ല, ഖുർആൻ വീണ്ടും ചോദിക്കാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ വിട്ടുകൊണ്ട് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്? ആരാണ്? ഏത് വിട്ടിയാണ്? വിട്ടികളല്ലാതെ അല്ലങ്ങനെ ചെയ്യുമോ? ഇല്ലാമൻ സഫിഹ നഫ്സഹു. പമ്പര വെട്ടികളല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയെ വിട്ടുകൊണ്ട് ആരെങ്കിലും പിൻപറ്റുമോ? ഇബ്രാഹിം നബിയുടെ ചര്യയാണ് ഏറ്റവും മനോഹരമായ ചര്യയെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ ഖുർആൻ ഇത്രത്തോളം സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കാരണം? ഇന്നഹു ഫിൽ ആഖിറതി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ പരിപൂർണമായി സുഹൃതം ചെയ്ത് തെറ്റുകൾ പരിപൂർണമായി ഒഴിവാക്കി നിലകൊണ്ടതുകൊണ്ട് അദ്ദേഹം പാരത്രിക ലോകത്ത് സാലിഹീങ്ങളിൽ പെട്ടവനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകൻ സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം. നമ്മൾ പേര് പഠിച്ചിട്ടില്ല. 25 പ്രവാചകന്മാരുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പഠിക്കണം. 25 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ ഖുർആനിൽ. 1,24,000 അംബിയാ മുർസലീങ്ങൾ ഉള്ളത്. മനസ്സിലാക്കുക. അവരുടെ പേരുകൾ പഠിക്കണം. ഇത് അറിയാത്തതുകൊണ്ടാണ് അനങ്ങായിരിക്കുന്നത്. കൊച്ചാപ്പാടെ പേര് കേട്ടോലെ മിണ്ടായിരിക്കുക. ഉറക്കെ പറഞ്ഞു സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇസ്ഹാഖ് എന്ന പേരുള്ളവർ? ഇല്ല. പ്രവാചകന്മാരുടെ പേരുള്ള ആരെങ്കിലും ഉണ്ട്? പ്രവാചകന്മാർ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പേരുള്ളവരാരെങ്കിലും ഉണ്ട്? അവിടെ കൈ ഉയർത്തില്ലാരും. എന്തോ പേരുകൾ? ഇസ്മായിൽ. മാഷാ. അവിടെ ഒരു മോൻ കൈ ഉയർത്തിയിരുന്നു. എന്താ മോന്റെ പേര്? ഇബ്രാഹിം. മാഷാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതൊക്കെ കുറഞ്ഞു വരികയാണ്. പേര് നല്ല പേരിടണം. ഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഅഹ്സിനൂ അസ്മാഅ
തീർച്ചയായും നിങ്ങൾ നല്ല നല്ല പേര് നിങ്ങൾ വിളിക്കണേ, വെക്കണേ. എന്തേ കാരണം? നിന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും. നിങ്ങളുടെ പേരും നിങ്ങളുടെ പിതാവിന്റെ പേരും ചേർത്ത് വെച്ചുകൊണ്ടാണ് നാളെ മഹ്ശറിൽ പേര് വിളിക്കുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നല്ല പേരിടണം, അർത്ഥമുള്ള പേരിടണം. മാതാപിതാക്കളെ ശ്രദ്ധിച്ചോ. കുട്ടി ജനിക്കുമ്പോൾ ഗർഭം ധരിക്കുമ്പോഴേ പേര് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. അവസാനം ഗൂഗിളിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു പേരങ്ങിടുകയാണ്, അർത്ഥമില്ലാത്ത ഒരു പേരങ്ങിടുക. ആപ്പാടെ പേര് മൂസായി, ഉമ്മാടെ പേര് സനൂജായി. ഉറക്കത്തിലെ അവസാനത്തെ അക്ഷരങ്ങൾ ചേർത്തിട്ട് സമൂസ. എങ്ങനെയെങ്കിലുമൊക്കെ പേരിട്ടാൽ മതി. അപ്പൊ അങ്ങനെയാണ്. ആപ്പാടെ പേരിന്റെ ഒരക്ഷരം, ഉമ്മാടെ പേരിന്റെ അവസാനത്തെ 2 അക്ഷരം ചേർത്തിട്ട് അർത്ഥം ഉണ്ടോ ഇല്ലയോ. ആരോടും ചോദിക്കുവാണെങ്കിൽ നാളൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചായിരുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, ഗൂഗിളിൽ നോക്കുകയാണ്. അപ്പൊ ഗൂഗിളുകാരൻ പറയാണ് എന്നതാണ്. ഏതെങ്കിലും ആലിമീങ്ങളോട് ഉലമാക്കളോട് നമ്മുടെ നാട്ടിൽ ഉസ്താദുമാരില്ലേ, സുമന്നിതരായ പണ്ഡിതന്മാരില്ലേ, അവരോട് എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല? പഴയ കാലഘട്ടങ്ങൾ അതൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്ന് പല മക്കളുടെയും പേരുകൾക്ക് അർത്ഥമില്ലാതായിരിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതിനർത്ഥമുണ്ടോ എന്ന് പേരിടുന്നതിൽ വലിയ ശ്രേഷ്ഠതയുണ്ട്. പേരിട്ടാൽ അതിനനുസരിച്ചുള്ള ജീവിതമാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിഴച്ചു പോവുകയും ചെയ്യും, ഇല്ലാന്നല്ല, പിഴച്ചുപോയ ആളുകളുമുണ്ട്. പക്ഷെ അതിനൊരു കാരണം, ഒരു സബബ് പേരിലുമുണ്ട് എന്നാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മകനാണ്. ആരാണ്? സ്വാലിഹാണ്. ഖുർആൻ പറയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബശർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നാം സന്തോഷ വാർത്ത നൽകുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്ഹാഖിനെ കൊണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണ് ഇസ്ഹാഖ് എന്നറിയണ്ടേ? നബിയ്യം മിനസ് സാലിഹീൻ. സാലിഹീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്, പ്രവാചകനാണ് ഇസ്ഹാഖ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സാലിഹായ വ്യക്തിയാണ് ആര്? സയ്യിദുനാ ഇസ്ഹാഖ് അലൈഹിസ്സലാം. അതാണ് നമ്മുടെ വിഷയം. സാലിഹാവുക, ഈ ദുനിയാവിൽ സുഹൃതങ്ങൾ ചെയ്ത് രക്ഷ പ്രാപിക്കുക. പ്രവാചകന്മാരൊക്കെ സാലിഹീങ്ങളാണ്. ഖുർആൻ ഓതിയാൽ തീരൂല, ആയത്തുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം സാലിഹായ മനുഷ്യനാണ്. ഖുർആൻ പറയുന്നത് بسم الله الرحمن الرحيم وأدخلناه في رحمتنا إنه من الصالحين. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തതിന്റെ പേരിൽ ആ നാടിനെ ഒന്നായ പരിപൂർണമായി നശിപ്പിച്ചു കളയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ തകിടം മറിക്കുകയാണ്. പക്ഷേ അല്ലാഹു ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ആ അപകടത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് പടച്ച റബ്ബ് രക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഖുർആൻ പറഞ്ഞു വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ. നമ്മുടെ കാരുണ്യത്തിൽ നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തെ അദാബാക്കിയില്ല, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചില്ല, അദ്ദേഹത്തെ ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടില്ല. എന്തേ കാരണമെന്നറിയുമോ? ഇന്നഹു മിനസ് സാലിഹീൻ. അദ്ദേഹം സാലിഹായ മനുഷ്യനായിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്. കറക്റ്റായിട്ട് നിസ്കാരം, ഇബാദത്ത്, തഖ്വ ഒക്കെ നിലണ്ട ഒരു വ്യക്തിയായിരുന്നു. പ്രവാചകനാണ്, സ്വാലിഹമാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല മനുഷ്യൻ എന്നാണ് അല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ. ലോകത്തെ ഏറ്റവും
ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര്? അമ്പിയാക്കൾ. അവര് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും പവറുള്ള വ്യക്തികളാണ് അമ്പിയാക്കൾ. അവർ സാലിഹീങ്ങളാണ് എന്ന് ഖുർആൻ എടുത്തു പറയുമ്പോൾ മനസ്സിലാക്കണം, സ്വാലിഹാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, വലിയ കാര്യം തന്നെയാണ്. അതിനൊരു പ്രചോദനം, നമുക്കൊരു പ്രചോദനം അല്ലാഹു നൽകാൻ. ഇവരെ പോലെ ആവണേ, അവരെ പോലെ ആകണേ, ഇബ്രാഹിം നബിയെ പോലെ ആകണേ, സ്വാലിഹാൻ. ഇസ്ഹാഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനെ പോലെ ആകണേ, സ്വാലിഹാൻ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനെ പോലെ ജീവിക്കണേ, അദ്ദേഹം സ്വാലിഹാൻ. തെറ്റുകൾ ചെയ്യാത്ത, ലൈംഗിക ഇതിവൃത്തത്തിലേക്ക് താല്പര്യം കാണിക്കാത്ത, മനോഹരമായ സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തെ നിങ്ങൾ പരിപൂർണമായി അനുധാവനം ചെയ്യണേ, കാരണം അദ്ദേഹം സ്വാലിഹായ മനുഷ്യനായിരുന്നു. തീർന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووهبنا له إسحاق ويعقوب وكلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين كل من الصالحين. പ്രവാചകന്മാരെ എണ്ണി എണ്ണി അല്ലാഹു പറഞ്ഞിട്ട് സക്കരിയ നബി അലൈഹിസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ടതാകുന്ന പ്രവാചകന്മാരൊക്കെ തന്നെ കുല്ലും മിനസ് സാലിഹീൻ, അവരൊക്കെ ആരാണ്? സ്വാലിഹീങ്ങളായിരുന്നു. കുല്ലുൻ, അവരെല്ലാവരും മിനസ് സാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഖുർആൻ പറയാ. നോക്കൂ നിങ്ങൾ, എത്രയെത്ര പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ ഖുർആനിൽ പറയപ്പെട്ടവരെ എല്ലാം അല്ലാഹു ഇതേപോലെ പറയാം. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹലാ വഹുവ മിനസ് സ്വാലിഹീൻ. ഈസാ നബിയെ പറഞ്ഞപ്പോഴും അല്ലാഹു പറയുന്നു, തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ പ്രായത്തിൽ സംസാരിച്ച വ്യക്തിയാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹലാ വമിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം സ്വാലിഹീങ്ങളിൽ പെട്ടവരാണ്. അദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചതായ വ്യക്തിത്വമാണ്, ഒരു സാധാരണ വ്യക്തിയല്ല. ഇന്നഹു മിനസ് സ്വാലിഹീൻ. ഇങ്ങനെ ഓതാനാണെങ്കിൽ നേരം കൊടുക്കുന്നത് വരെ ഓതാം. സൂറത്തുൽ നൂൻ എടുത്ത് പരിശോധിച്ച് നോക്കി അല്ലാഹു പറയാ, ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ യൂനുസ് നബിയെ പറ്റി പറയാ, ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ നാം തിരഞ്ഞെടുത്തതാണ്. അദ്ദേഹം നല്ല വ്യക്തിത്വമാണ്. വഹുവ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ സച്ചരിതരിൽപ്പെട്ട വ്യക്തിയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും കാണാം. നീട്ടുന്നില്ല, സമയം പോകും.
അപ്പൊ എല്ലാ പ്രവാചകന്മാരും സാലിഹീങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താകാൻ ശ്രമിക്കണം? സാലിഹ് ആവാൻ വേണ്ടി പരിശ്രമിക്കണം. അതിന് ഏറ്റവും ഒന്നാമതായി വേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർ അല്ലാഹുവേ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ദുആ ചെയ്യണം. എന്ത്? അല്ലാഹുവേ സാലിഹായ കുട്ടിയെത്താ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യണം. മാതാപിതാക്കൾ പഠിച്ചു വെച്ചോ, അങ്ങനെ ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ അറിയാം, വഴുതാമ കഴുത്തെ പിടിച്ച് തിരിക്കും. അങ്ങനത്തെ ടീമാണ്. സ്കൂൾ ഡ്രൈവർ വെച്ചു ആ പാടെ അടിനാവിന് 2 കുത്തുകുത്തി കറക്കിയിട്ട് ഉടനെ വെളിയിലിട്ട് പ്രായത്തായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് എല്ലാം കൊണ്ട് വിൽക്കും. അങ്ങനത്തെ മക്കളാണ്. ആ പാടെ തമ്പ് കൊണ്ട് പിടിച്ചിട്ട് മൊത്തം എഴുതിയെടുക്കാൻ ഒന്നുമില്ല. 2 വള്ളവും സ്കൂട്ടറും മാത്രമേ ഉള്ളൂ. ഉള്ളതായിക്കോട്ടെ, ഉള്ളത് എടുത്തോണ്ട് പോകും. എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അല്ലാഹുവേ സാലിഹായ കുട്ടിയെത്താ അല്ലാഹ്, അങ്ങനെ ദുആ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര ആളുകൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്? ഇന്ന് വരെ ഇക്കാലം അത്രയും നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടില്ല. സാലിഹായ കുട്ടിയെത്താന്ന് ദുആ ചെയ്തിട്ടുണ്ട്. കുട്ടികളില്ലാത്തവർ ദ്വാരപ്പിക്കുമ്പോൾ എന്താ എഴുതാ? കുട്ടിയെ കിട്ടാൻ വേണ്ടി ദ്വാരക്കാരൻ. സന്താനങ്ങളില്ല ദ്വാരക്കാരൻ. സാലിഹായ കുട്ടിയെ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ തന്നെ പറയുകയും എഴുതുകയും ദുആ ചെയ്യുകയും വേണം. ഇത് പറഞ്ഞ് എഴുതി ദ്വാരുന്നാൽ മാത്രം പോരാ, നമ്മൾ ദ്വാരക്കണം. അതിനാ കാര്യം. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലേ ഒരു പ്രവാചകന്റെ പേര് പറഞ്ഞു? മക്കളില്ലാതെ വിഷമിച്ച ഒരു പ്രവാചകന്റെ പേര് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? വേറൊരു പ്രവാചകൻ സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം. ക്ഷീണമാണോ? ക്ഷീണമുണ്ടെങ്കിൽ വേഗം നിർത്താം, ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ. ക്ഷീണമുണ്ടോ? സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. പക്ഷെ ആ വിഷമം ഉള്ളിൽ ഒതുക്കി റബ്ബിനോട് ദുആ ചെയ്യും. എന്താ ദുആ? ഖുർആൻ പഠിപ്പിച്ചു ആ ദുആ. എന്തിന്? ഈ ഉമ്മത്തിന് പഠിക്കാൻ. അവര് ദുആ ചെയ്ത ദുആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാകുന്ന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കാൻ. വർഷങ്ങളായി 19 കൊല്ലമായിട്ടും മക്കളില്ലാതിരുന്നിട്ടും റബ്ബിനോട് കുട്ടിയെത്താ അല്ലാഹ് എന്നുള്ള ദുആ ചെയ്യുന്നത് മനസ്സിലാക്കണം. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ, സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. നൽകുവാണെങ്കിൽ സാലിഹ് മതി. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിലകൊണ്ടു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത കൊടുക്കുകയാണ്. ബിഗുലാമിൻ ഹലീം. ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്, ബിഗുലാമിൻ അലീം. സഹിഷ്ണുതയുള്ള അറിവുള്ള കുട്ടിയെ കൊണ്ട് നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാണ് ആ പൊന്നുമോൻ? സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം. വാപ്പ കൊണ്ടുപോയാണ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മിനയുടെ താഴ്വാരത്തേക്ക് തന്നെ കഴുത്തിറക്കാൻ വേണ്ടി കൊണ്ടുപോയി. മകനോട് പറയുന്നില്ല, ഭാര്യയോട് ഉണർത്തുന്നില്ല. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മിനയുടെ താഴ്വാരത്തേക്ക് കൊണ്ടുവന്നു. കയറെടുത്ത് വെച്ചുകൊണ്ട് കാലിൽ കെട്ടുകയാണ്. ആരുടെ നിർദ്ദേശമാണ്? മകന്റെ നിർദ്ദേശമാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പ, കൈകാലുകൾ ബന്ധിക്കണേ, ബന്ധിക്കണേ. എന്നെ കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചൊന്ന് കിടത്തണേ. വാപ്പ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അറക്കണേ. കാരണം അറക്കുന്ന വേളയിൽ എന്റെ രക്തം ചീന്തുന്നത് കാണുമ്പോ അല്ലാഹുവിന് വേണ്ടിയുള്ള സംതൃപ്തിക്കാണെങ്കിലും വാപ്പ നിങ്ങൾക്ക് താങ്ങാതെ റബ്ബിന്റെ സംതൃപ്തിക്കെതിരെ നിലകൊണ്ടാൽ, നിങ്ങൾ നിലകൊണ്ടാൽ നിങ്ങൾ തോറ്റുപോകും ഒപ്പാ. അതുകൊണ്ട് എന്റെ മുഖമൊന്ന് തിരിക്കണേ. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം.
എത്ര സഹിഷ്ണുതയുള്ള മകനാണ്, എത്രയെത്രതാകുന്ന സ്നേഹം കൊടുത്തിട്ടുള്ള അറിവുള്ളതാകുന്ന മകനാണ്. അറുക്കുന്ന സമയത്ത് എന്റെ ഈ വില കൂടിയ വസ്ത്രം ഒന്നഴിച്ചു വെക്കണേ ഉപ്പാ, അതിലേക്ക് രക്തം ചിന്തിയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് നോവായി മാറുമേ, പ്രയാസമായി മാറുമേ ഉപ്പാ. അറക്കാനാണ് മോനെ എന്ന് വാപ്പ അറക്കുന്നതിന് മുമ്പ് പറഞ്ഞപ്പോഴുള്ള മകന്റെ പ്രതികരണമാണ്. എന്റെ പൊന്നുമോനെ, അള്ളാഹു ഇങ്ങനെ കൽപ്പിക്കുന്നു, എന്ത് ചെയ്യണം? മകനോട് ചോദിച്ചു വാപ്പ. ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു സാഫാത്ത് മറിച്ചു നോക്ക്, സമയമില്ല, അല്ലെങ്കിൽ ഇബ്രാഹിം നബി എന്ന് പറയുന്ന വിഷയം വെക്ക്, ഇഷ്ടം പോലെ പറയാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മകൻ പറയാൻ, ഫഫഅൽ മാ തുഅമർ, അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് പൂർത്തീകരിക്കൽ ഉപ്പ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, തീർച്ചയായും അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ തീർച്ചയായും എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എത്തിക്കുമേ ഉപ്പായെന്ന് മകൻ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. അതല്ലേ അറിവുള്ള കുട്ടി, അതല്ലേ ക്ഷമാശീലനായ സാലിഹായ കുട്ടി. എന്നിട്ട് അർത്ഥോ ഇല്ല, ഞാൻ പറയണമല്ലോ, ഇല്ലെങ്കിൽ ഇത് മാത്രം എടുത്തിട്ട് നിരീശ്വരവാദികൾ ക്ലിപ്പാക്കുന്ന കാലഘട്ടം. അറക്കാൻ വേണ്ടി തുനിഞ്ഞതേയുള്ളൂ. അപ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് സ്വർഗീയമായ ആടിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നരബലി പാടില്ല, മൃഗബലി മതി, മനുഷ്യനെ ഇറക്കാൻ പാടില്ല. അത് വേണ്ട. അത് നിന്നെ എങ്ങനെ പറഞ്ഞത്? നിന്റെ ഈമാനും തഖ്വയും ഒന്ന് ഇബ്രാഹിമെ ഒന്ന് പരീക്ഷിച്ചറിയാനാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പൂർത്തീകരിച്ചു, വിജയിച്ചു. റബ്ബിന് വലിയ സന്തോഷം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് സുന്ദരനായ ഒരു ആടിനെ ഇറക്കി കൊടുക്കുകയാണ്. ചിന്തിക്കാൻ സഹോദരങ്ങളെ, ഈ മകനും വാപ്പയും അവര് സംശുദ്ധമായ ജീവിതം പിന്നീട് അങ്ങോട്ട് നയിച്ചു. പറയേണ്ടതില്ലല്ലോ, ആ മകനും ഉപ്പയും കൂടി പടുത്തുയർത്തിയതാണ് വിശുദ്ധമായ കഅബ. മനസ്സിലാക്കുക. സ്വാലിഹായ രണ്ട് വ്യക്തികൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു ആ കഅബയുടെ പരിസരത്ത് വെച്ച്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇന്നും എല്ലാ പള്ളികളിലും മെഹ്റാബിൽ നിന്നും അവസാനം ഉസ്താദുമാര് ദുആ ചെയ്യാറുള്ള വാക്കിത ഏത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ റബ്ബേ. ഇത് ആദ്യം ദുആ ചെയ്ത് പഠിപ്പിച്ചത് ആരാണ്? ആരാ ഈ ദുആ പഠിപ്പിച്ചത്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ ചേർത്ത് നിർത്തി ദുആ ചെയ്യാൻ. കഅബ പണിതതിന് ശേഷം അപ്പോൾ ഒരു സൽക്രമം ചെയ്താൽ അതിന്റെ തൊട്ടുപിറകിൽ എന്ത് വേണം? ദുആ വേണം എന്നുള്ളതിൽ നിന്ന് മനസ്സിലായി. നിസ്കാരം ഒരു സൽക്രമമാണ്, അതിന്റെ തൊട്ടുപിറകിൽ എന്ത് വേണം? എഴുന്നേറ്റ് പോകാതെ റബ്ബേ ഇത് നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യണം. കഅബ പണിയാൻ വേണ്ടി കൽപ്പിച്ചത് അല്ലാഹുവാണ്. പണിതിട്ടങ്ങ് പോയാ മതി, ജോലി തീർത്തിട്ട്. പക്ഷെ അങ്ങനെയല്ല. കഅബ പണിത് പൂർത്തീകരിച്ചതിന് ശേഷം ആ കഅബയുടെ പരിസരത്ത് വെച്ച് ദുആ ചെയ്തു വാപ്പയും മകനും, അല്ലാഹുവേ ഞങ്ങളുടെ ഈ പണിയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് ലോക മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തു. ഇന്നും പള്ളികളുടെ മെഹ്റാബിലൂടെ, വീടിന്റെ അകത്തലങ്ങളിൽ ഉമ്മമാരുടെ അധരങ്ങളിലൂടെ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ നിരതിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇലാ യൗമുൽ ഖിയാമ. എന്തുകൊണ്ട്? സാലിഹായ ഒരു മകനെ അല്ലാഹു കൊടുത്തു. ആ മകനിലൂടെ ലോകം മുഴുവനും ഇന്നും തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബ പണിയാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്തു. നോക്കണം നിങ്ങൾ, ആ ദുആഇന്റെ വലിപ്പം എന്താണ്? ഒറ്റ ദുആ, ഇത് മാത്രമേ ഉള്ളൂ, റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അങ്ങനെ ദുആ ചെയ്താൽ നിനക്കെല്ലാം കിട്ടും മകനിലൂടെ. അവൻ ഖബറിന്റെ അടുക്കൽ വരും. പാപ്പ മരിക്കുമ്പോൾ, ഉമ്മ മരിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടാവും. നിന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നിനക്ക് സാന്ത്വന സ്പർശമായി നിലകൊള്ളാൻ നിന്റെ പ്രിയപ്പെട്ട മകനുണ്ടാകും, മകളുണ്ടാകും. നീ എന്ത് വേണം? ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യണം. ഗർഭം ധരിച്ചാൽ അപ്പോൾ ശരിക്ക് ദുആ ചെയ്യണം. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലിയിട്ട് നിന്റെ പ്രാർത്ഥന മുഴുവനും ഇതായിരിക്കണം, അല്ലാഹു സാലിഹായ കുട്ടിയെത്താ അല്ലാഹ്. അല്ലാതെ ടി വി കണ്ട് സീരിയലും കണ്ട് മാറ്റി 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 ഓരോന്ന് നോക്കി ഉള്ള മൊബൈൽ ഫോണും ഡിസ്കോയും ബ്രേക്കും ഒക്കെ കണ്ടാൽ ഇറങ്ങി വരുമ്പോൾ ഇവൻ നല്ല ചാട്ടക്കാരുണ്ടാവും. അതാണ് ഇന്നത്തെ സമൂഹത്തിന് പറ്റിയത്. ഗർഭിണിയാകുന്ന പെണ്ണുങ്ങൾ 1/2 കിലോ നല്ല ബീഫും ചിക്കനും ഒക്കെ മാറ്റി വെച്ച് നല്ല റാഹത്തായിട്ട് അവർക്ക് അവിടെ കൊണ്ട് കൊടുക്കുക ടിവിയുടെ മുന്നിൽ.
റാഹത്തായിട്ട് ഇതെല്ലാം ചാനലും ഇരുന്ന് മാറ്റി കണ്ടു. മേലനങ്ങുന്നില്ല. ഇത് തന്നെ പരിപാടി. ഫുഡ് കഴിച്ചവരടുത്ത് ഇരിക്കുക, മൊബൈൽ ഫോണിൽ നോക്കുക, യൂട്യൂബിൽ അവിടെ ഇവിടെ ഓരോന്നും സെർച്ച് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പാട്ടും കേട്ടുകൊണ്ട് ഇയർഫോണും വെച്ചുകൊണ്ട് സിനിമാ പാട്ടും കേട്ട് കിടന്ന് ഉറങ്ങുക, ആസ്വദിക്കാൻ. ഒരു ഖുർആനും ഇല്ല, ഒരു കാര്യങ്ങളും പഠിക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല, ദിക്ർ ചൊല്ലുന്നില്ല, ഒന്നുമില്ല. 9 മാസം 10 ദിവസം ഗർഭം ചുമക്കുന്ന സമയത്ത് പെണ്ണിന് പരിപൂർണ്ണ ശുദ്ധിയാണ്. അശുദ്ധിയുടെ ഘട്ടമേ ഇല്ല. എത്ര ഖത്തം തീർക്കാമായിരുന്നു, എത്ര ഖത്മ തീർക്കാം. 9 ഖത്മ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ. ഇനി പോട്ടെ, വേദനകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഒരു ഖത്മ തീർത്തവർ എത്ര പേരുണ്ട്? എന്നിട്ട് ഈ കുട്ടി വലുതായി ഇവൻ ഒളിച്ചോടാൻ പോകുമ്പോഴോ, ഇവൻ കള്ളു കുടിക്കുമ്പോഴോ, ഇവൻ വ്യഭിചരിക്കുമ്പോഴോ, ഇവൻ അശ്ലീലമായ ലോകത്തേക്ക് പോകുമ്പോഴോ, ഇവൻ മാതാപിതാക്കൾക്കെതിരിൽ നിൽക്കുമ്പോഴോ, മാതാവും പിതാവും വന്നിട്ട് പള്ളിയിലെ ഉസ്താദിനോട് പറയാണ്, എന്റെ മോൻ പിഴച്ചു പോയി ഉസ്താദെ, ദുആ ചെയ്യണം, സാലിഹാകാൻ. എല്ലാം കഴിഞ്ഞു. നമ്മൾ തുടങ്ങണം. ഇവിടുന്നേ തുടങ്ങണം, നേരത്തെ തുടങ്ങണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിനും അല്ലാഹു മക്കളെ കൊടുക്കാതിരുന്നത് ഒരുപാട് കാരണങ്ങളുണ്ടാകും. മക്കളെ പിന്തിക്കുന്നത് ഒരുപക്ഷെ നമുക്കൊക്കെ പിന്തിക്കപ്പെടാറുള്ളത് കാരണം എന്താണ്? അവൻ വന്നാൽ എത്രയോ മക്കളുണ്ട്, മാതാപിതാക്കളെ വെള്ളം കുടിപ്പിക്കുന്നവർ, നോവിക്കുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ. അതുകൊണ്ട് ഒരുപക്ഷെ പടച്ചറബ് നിനക്ക് മക്കളെ നൽകാതെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നിനക്ക് ഹൈറനാണ്, അത് മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ ദുആ നിർത്താൻ പാടില്ല, ഒരിക്കലും പ്രതീക്ഷ മുറിയാൻ പാടില്ല. അക്രമികൾ മാത്രമേ റബ്ബിൽ നിന്ന് നിരാശ കൊണ്ടുപോയുള്ളൂ. എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹു സാലിഹായ കുട്ടിയെ താ അല്ലാഹ്. ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, റബ്ബ് തരും, ഉറപ്പാണ്. സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ? ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് നല്ല സാലിഹായ സച്ചരിതരായ വ്യക്തികളിൽ പെട്ടതായ ശുദ്ധിയുള്ളതാകുന്ന പൊന്നമോനെ തരണേ അല്ലാഹ്. പരിശുദ്ധനായ പൊന്നമോനെ തരണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് മുഖേന സന്തോഷവാർത്ത അറിയിക്കുകയാണ്. യഹ്യ എന്ന പൊന്നുമോനെ നൽകിക്കൊണ്ട് അല്ലാഹു സന്തോഷവാർത്ത അറിയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്നില്ല, വിഷയം ഒരുപാട് അങ്ങോട്ട് പോകും. അതുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കുട്ടിയെ കൊടുത്തു. എന്താ കുട്ടിയുടെ പേരെന്താ അറിയാം? യഹ്യ അലൈഹിസ്സലാം, പ്രവാചകനാണ്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, സാലിഹായ ഒരു കുട്ടിയെ താൻ ദുആ ചെയ്തു. പക്ഷെ അല്ലാഹു കുട്ടിയെ കൊടുത്തു ഇബ്രാഹിം നബിക്ക്. ആരെ കൊടുത്തത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഈ ഇസ്മായിൽ നബിയുടെ പരമ്പരകൾ ഇങ്ങോട്ട് നോക്കിയാൽ മുഴുവനും പിന്നീട് പ്രവാചകന്മാരാണ്. ഇസ്മായിൽ നബി പ്രവാചകനാണ്. അപ്പൊ കുട്ടിയെ കൊടുത്തു എന്ന് മാത്രമല്ല, കുട്ടി സാലിഹാണെന്നും മാത്രമല്ല, പ്രവാചകനാണ്. ശേഷം വന്നത് മുഴുവനും സാലിഹീങ്ങളായ മക്കൾ, ഒക്കെ പ്രവാചകന്മാർ. ആ പരമ്പരയിലാണ് ആരുള്ളത്? സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ നമ്മൾ മനസ്സിലാക്കി, ഒരു കുട്ടിയെ താൻ ചോദിച്ചപ്പോ ഈ മക്കളില്ലാതെ വിഷമിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്ത ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ പരമ്പരയിലാണ് ആരുള്ളത്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കൊടുത്തപ്പോ അങ്ങോട്ട് കൊടുത്തു റബ്ബ്. വാപ്പ നല്ല ചോദ്യമായിരുന്നു, ചോദിച്ചപ്പോ അതിന് ഉത്തരം റബ്ബ് അങ്ങ് കൊടുക്കുക. ആ പരമ്പരകളെ മൊത്തവും ഒക്കെ പ്രവാചകന്മാരാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനല്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാഖൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം സദഖ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു മകനല്ലയോ ഇസ്ഹാഖ്? ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖിന്റെ മകൻ യാഖൂബിന്റെ മകൻ യൂസുഫിന്റെ മകനാണ്
ഇസ്ഹാഖിന്റെ മകൻ യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്ഹാഖ്, അതിന്റെ മകൻ യാക്കൂബ്, അടുത്ത ആള് യൂസുഫ് അലൈഹിസ്സലാം. ഒക്കെ പ്രവാചകന്മാർ. ചിന്തിക്കണം. അപ്പൊ ദുആ ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മൾ ആ ദുആ ഒരിക്കലും മറക്കണ്ട. ഇനിയും മക്കൾ ആഗ്രഹിക്കുന്ന മോമിനീങ്ങൾ ഉണ്ടാകും നമുക്കിടെ. നിങ്ങളുടെ ദുആ മറക്കണ്ട. ദുആയിരുന്നു ഒരു കുട്ടി എങ്കിലും നമുക്ക് സാലിഹാകട്ടെ, എങ്കിലല്ലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്ന് ദുആ ചെയ്യാം, നമുക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക. മക്കളെ സാലിഹായെങ്കിലല്ലേ ഉള്ളൂ. കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹു കൊടുത്തു ബഹുമാനപ്പെട്ട യഹ്യാ നബി അലൈഹിസ്സലാമിനെ. ലോകത്ത് അന്ന് വരെ ഒരാൾക്ക് പോലും ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമിയ്യ, സൂറത്തു മറിയമിൽ അല്ലാഹു പറയുന്നു, യഹ്യാ എന്നുള്ള പേര് അതുവരെ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ആദ്യമായി അല്ലാഹു നൽകുന്നത് ആർക്കാണ്? യഹ്യാ നബി അലൈഹിസ്സലാമിനാണ്. സക്കരിയ നബിയുടെ മകനാണ്. അല്ലാഹു തന്നെ പേര് വെച്ചു കൊടുക്കുക, റബ്ബ് തന്നെ പേര് വെച്ചു കൊടുത്തു. വാപ്പ ദുആ ചെയ്യാൻ, പ്രവാചകനായ വാപ്പ മാത്രമല്ല മകനെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ മകനെയും എന്താക്കി? പ്രവാചകനാക്കി. മനസ്സിലാക്കി. എന്നിട്ട് ഖുർആൻ പറയുന്നു ഇവരൊക്കെ സാലിഹീങ്ങളായിരുന്നു, ഇവരൊക്കെ സാലിഹീങ്ങളായിരുന്നു. അപ്പൊ സാലിഹാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകണം, ദുആ ചെയ്യുന്നവരാകണം. ഇനി മക്കളെ സാലിഹാക്കുക മാത്രമല്ല, നമ്മളും സാലിഹാകണം. അതിനുവേണ്ടി ദുആ ചെയ്യണം.